ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി എക്സ്പ്രസ് ദി എക്സ്പ്ലോറർ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്താണോ അറിയാൻ താല്പര്യം അത് ക്വസ്റ്റ്യൻ ചോദിച്ചോളാൻ പറഞ്ഞിട്ടിരുന്നു. അപ്പം അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ നേരത്തെ ഒന്ന് എടുത്തതായിരുന്നു, പക്ഷെ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കുറച്ച് ബളബളബളാന്ന് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എൻ്റെ Q&A. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു റിമൈൻഡർ തരാം. എൻ്റെ ഈ വീഡിയോ ഫുള്ള് ബ്ലാ 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 സംസാരമായിരിക്കും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം എനിക്ക് അധികം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് ഈ പ്രസംഗം കേൾക്കുക അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ഇപ്പം എൻ്റെ ജനറേഷനിലൊക്കെ ഉള്ള മിക്കവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ ഇഷ്ടമാണ് എങ്കിൽ പ്ലീസ് കണ്ടിരിക്കുക. അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോക്കട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിൽ തുടങ്ങാം. എനിക്ക് ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് ആ ഓർഡറിലാണ് ഞാൻ വായിക്കുന്നത്, അതിന് ആൻസർ തരുന്നത്. ഞാൻ സൈഡിൽ ഇങ്ങോട്ടേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ എനിക്ക് വന്നത് സൈഡിലെ ലാപ്പിലെല്ലാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. പിന്നെ പറയാനുള്ളത്, എനിക്ക് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നു. ഞാൻ ഇങ്ങനെ ഇട്ടപ്പോൾ ഞാൻ തന്നെ ആലോചിക്കായിരുന്നു ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വല്ലതും ചോദിക്കുമോ എന്ന്. പിന്നെ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ പ്രതീക്ഷയിലും കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നു. പക്ഷെ അതിനെ എല്ലാത്തിനൊന്നും ഞാൻ ആൻസർ ചെയ്യുന്നില്ല. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാം. കാരണം എല്ലാം ഇരുന്ന് ആൻസർ ചെയ്യാനാണെങ്കിൽ ഈ വീഡിയോ ആരും കാണില്ലായിരിക്കും, അത്രയും സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അത്രയും ബോറിങ് ആക്കണ്ട, കുറച്ച് പറയാം, കുറച്ചെണ്ണത്തിന് ആൻസർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുവാണല്ലോ, അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേണം നമ്മളിരിക്കുക. വലിയ സെറ്റപ്പായിട്ട് ഇരുന്നാൽ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് കുറേ സംസാരിക്കുന്നൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്താണ് പറയുക, നമ്മളേതായ സ്റ്റൈലിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് വന്നിരിക്കുന്നതാണ്, വാട്ട് സംതിങ് യു ഫീൽ എവറി ഡേ ബട്ട് ക്യാൻ നെവർ സീ. ഇതായിരുന്നു എനിക്ക് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നെർവസ് ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നപ്പം അതെനിക്ക് കുറച്ചും കൂടെ കൂടി. കാരണം എനിക്ക് അറിഞ്ഞുകൂടി ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളെന്താ ഉദ്ദേശിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചതാണോ ആൾ ഉദ്ദേശിച്ച ആൻസർ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണ് എന്ന്. അപ്പം ഞാൻ അതിന് ആൻസർ, എനിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ ഒന്ന് മലയാളത്തിൽ പറയാം. വാട്ട് സംതിങ് യു ഫീൽ എവറി ഡേ ബട്ട് ക്യാൻ നെവർ സീ. അതായത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ആൻസർ ഇമോഷൻ ആയിരിക്കും. അതാണോ ആൻസർ എനിക്ക് അറിഞ്ഞൂടാ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇമോഷൻസ് ആണ്. കാരണം എല്ലാ ദിവസവും എന്നുള്ളതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പറയുന്നത് എല്ലാ മിനിറ്റിലും. കാരണം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവർക്കും ഇപ്പോൾ ഇമോഷൻ ആയിരിക്കില്ല 5 മിനിറ്റ് കഴിയുമ്പോൾ. അത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇമോഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതായിരിക്കാം കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നല്ലേ പറയാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര എല്ലാവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരാളാണ്. ഞാൻ എല്ലാവരോടും പെട്ടെന്ന് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഒരു ടൈം വരെ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഏജ് വരെ ഞാൻ എല്ലാവരോടും പെട്ടെന്ന് ഞാൻ കണക്റ്റ് ആവുമായിരുന്നു. എനിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ ഇടിച്ചു കയറി അങ്ങോട്ട് പോയി മിണ്ടുന്ന ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക്. പക്ഷേ കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ എനിക്ക് ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം ഞാൻ തന്നെ കുറച്ച് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒന്ന് മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പം എനിക്ക് ഒരാളോട് ഇപ്പോൾ പോയി ഒന്ന് മിണ്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ എൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കത് ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എന്നാൽ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഓക്കെ ഇതെൻ്റെ വൈബാണ്, ആ ഒരു ഇത് വരില്ല. അതെനിക്ക് ചിലരുടെ അടുത്ത് എനിക്ക് പെട്ടെന്ന് തോന്നും. എന്നാൽ ചിലരോട് എനിക്ക് ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് വരണമെങ്കിൽ എനിക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാത്തിനോടും. പിന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല പറയില്ലേ. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കിപ്പോൾ ഒരാളോട്, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, അതായിരിക്കും ഒന്നുകൂടി കറക്റ്റ്.
പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ പറഞ്ഞ നേരത്തെ കംഫർട്ട് സോണിന്ന് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളോടാണെങ്കിൽ ഞാൻ എന്താണോ എനിക്ക് അപ്പം വരുന്ന ഇമോഷൻ അത് ഞാൻ അപ്പം എക്സ്പ്രസ് ചെയ്തിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ കംഫർട്ട് സോണിലുള്ള കുറച്ച് പേരോട് മാത്രം. എന്നാൽ വേറെ കുറച്ച് പേരാണെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഹേർട്ടായാൽ പോലും ഞാനത് എക്സ്പ്രസ് ചെയ്യത്തില്ല. ഞാൻ അതെൻ്റെ ഇങ്ങനെ ഉള്ളിൽ വെക്കും. എന്നിട്ട് എൻ്റെ കംഫർട്ട് സോണിലുള്ളവരോട് പോയി പറയും, അമ്മയോടോ ആരോടാന്ന് വെച്ചാൽ അത് പോയി പറയും. അതാണ് എൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷനെ പറ്റി പറഞ്ഞപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെന്നുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറേ നേരം ഇങ്ങനെ കിളി പോയി ചിന്തിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണിത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് യുവർ കറൻറ്റ് ബാങ്ക് ബാലൻസ് ആണ്. എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ മനഃപൂർവ്വം ചോദിച്ചാന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ കറൻറ്റ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 1498 യൂറോയാണ്. ഇപ്പം കറക്റ്റ് യൂറോയുടെ വാല്യൂ എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ അക്കൗണ്ടിലുള്ളത് 1498 യൂറോയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ജർമ്മനി? മേ ബി എ കൾച്ചറൽ ഷോക്ക്. ഇതാണ് എനിക്ക് അടുത്ത വന്ന ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ജർമ്മനിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ, ചിലപ്പോൾ അതൊരു കൾച്ചറൽ ഷോക്കിനെ പറ്റിയും പറയാം, ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് പറയാനാണ്, ഒന്നല്ല എക്സ്പീരിയൻസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. കൾച്ചറൽ ഷോക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഇവിടെ വന്ന് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇതെന്താണ് ഇങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ജർമ്മൻസ് എല്ലാവരും തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്ക കേരളക്കാരും അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ആളുടെ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും എന്താണ് ഓപ്പോസിറ്റ് ആൾക്ക് നമ്മൾ പറയുന്നത് ഹേർട്ടാവോ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കാര്യം പറയുള്ളൂ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവർ ആക്ച്വലി നമ്മളെ ഹേർട്ടാക്കാൻ പറയുന്ന ആയിരിക്കില്ല, പക്ഷെ ഇവർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്താണോ ഇവരുടെ മൈൻഡ് വരുന്നത് അത് അവർ മുഖത്തടിച്ച പോലെ പറയും. ആ ഒരു ക്യാരക്ടറാണ് ഇവർക്ക്. അതെനിക്ക് ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് പറയുന്നത്, ഇവിടെ സൺഡേസിൽ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പം സൺഡേയിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒന്ന് കറങ്ങാനൊക്കെ പോവാം എന്ന് വിചാരിച്ചാൽ അന്ന് നമ്മൾ പട്ടിണിയായിരിക്കും ഗൈസ്. കാരണം ഒരു ഷോപ്പും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് വിശപ്പൊക്കെ അടക്കി പിടിച്ച് നമുക്ക് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ് ഇവിടെ. ആ ഒരു കാര്യം എനിക്കിഷ്ടമല്ല. അതൊക്കെയാണ് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ കുഴപ്പമില്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചി, ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ്. ചേച്ചി ലുക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതാണ് എനിക്ക് വന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അവൻ മനഃപൂർവ്വം എന്നെ ആക്കാൻ വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യനാണ്, എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിവിടെ വായിക്കുന്നത്. ഓക്കെ, ചേച്ചി ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ്. ഓക്കെ, താങ്ക് യുടാ. ചേച്ചി ലുക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ആക്ച്വലി ഞാൻ എത്ര ലോകസുന്ദരിയാ, ഞാൻ സുന്ദരിയാ അല്ലെങ്കിൽ ഞാൻ സൂപ്പറാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ആണെന്നും ഞാൻ പറയത്തില്ല. ഞാൻ അത്യാവശ്യം മേക്കപ്പും ഒക്കെ യൂസ് ചെയ്യാൻ ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ, അത് പറയട്ടെ. എന്നോട് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഹെയർ കെയർ വീഡിയോ ചെയ്യാവോ, സ്കിൻ കെയർ വീഡിയോ ചെയ്യാവോ എന്ന്. ആക്ച്വലി ഞാനത് ചെയ്യാത്ത, എനിക്കും ആഗ്രഹമുണ്ട് ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ വിൻ്ററാണ്. എനിക്കാണ് ഓൾറെഡി ഇപ്പം ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഹെയറിലിടുന്ന മാസ്ക് ഒക്കെ തണുപ്പുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിട്ടാൽ എന്നെ നേരെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വരും. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇപ്പം മാസ്ക് ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കാത്തത്. ഇവിടുത്തെ വെതറൊക്കെ ഒന്ന് ഓക്കെ ആയി സമ്മറൊക്കെ തുടങ്ങാറാവുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഹെയർ കെയർ വീഡിയോ, സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ലുക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ മുഖത്ത് എൻ്റേതായ പരീക്ഷണത്തിൽ ഓരോന്നൊക്കെ തേച്ച് വയ്ക്കും. ചിലതൊക്കെ വർക്കാവാറുണ്ട്, ചിലതൊന്നും വർക്കാവാറില്ല. വർക്കായിട്ടുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം ഉടനെ തന്നെ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. നീ പ്രതീക്ഷിച്ച ആൻസർ അല്ല ഇതെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് വെച്ച് തൃപ്തിപ്പെടുക. ഓക്കെ, അടുത്ത എനിക്ക് 5ാമത് വന്ന ക്വസ്റ്റ്യനാണ്, പ്രാക്ടിക്കൽ എങ്ങനെയുണ്ട്? പ്രാക്ടിക്കൽ അടിപൊളിയായിട്ട് പോകുന്നു. എനിക്കിപ്പം
ഒരു 3 മാസം അടുപ്പിച്ച് പ്രാക്ടിക്കലായിരുന്നു. ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരായിട്ട് കുറച്ചധികം നമുക്ക് മിങ്കിളാവാൻ പറ്റി. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ഇവിടെയുള്ള ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ആൾട്ടൻഹൈമിലാണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇവിടെയുള്ള അപ്പാപ്പന്മാരും അമ്മാമ്മമാരും എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ. അതായത് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഇപ്പം നമ്മളവരെ ടേക്ക് കെയർ ചെയ്യാൻ പോവായിരിക്കും. അപ്പോൾ പക്ഷെ അവരത് ആയിരിക്കത്തില്ല വിചാരിക്കുന്നത്. അടിയൊക്കെ കിട്ടിയ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഇവിടെയുള്ള മിക്കവരും ഭയങ്കര സ്നേഹമുള്ള ഡിമെൻഷ്യ ഉള്ളവരും ഉണ്ട് കുറേ പേര്. പക്ഷെ എന്നാലും അവരും അത്രമാത്രം വയലൻ്റ് ആവില്ല. ഒരിടയ്ക്ക് ഒരു അമ്മൂമ്മ മാത്രം ഒരു നഴ്സിനെ അടിച്ച് ഞാൻ കണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അതും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രാക്ടിക്കലൊക്കെ നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പം മാർച്ച് 3 തൊട്ട് എനിക്ക് വീണ്ടും ക്ലാസ് തുടങ്ങുവാണ്. അതുവരെ എനിക്ക് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പ്രാക്ടിക്കൽ. ഇപ്പം ഈ ഒരു 3 മാസം അടുപ്പിച്ച് എനിക്ക് പ്രാക്ടിക്കലായിരുന്നു. ഗോയിങ് വെൽ. അടുത്തത്, നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ചേച്ചി? നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വന്ന മാറ്റം എന്ന് പറയുവാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റം ഇൻഡിപെൻഡൻ്റ് ആയി. നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ത് കാര്യത്തിനും എനിക്ക് ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു. മീൻസ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ബാങ്കിൽ പോയി ഒരു കാര്യം ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. ഞാൻ അത് എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, എല്ലാത്തിനും എനിക്കൊരു ഹെൽപ്പ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ വന്നപ്പോൾ ഇപ്പം എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയി. അത്യാവശ്യമല്ല, അതിൽ നല്ല പോലെ ഇൻഡിപെൻഡൻ്റ് ആയി. അതാണ് എനിക്ക് വന്ന മെയിൻ മാറ്റം തോന്നുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു മാറ്റം, എനിക്ക് നല്ല പോലെ ക്ഷമ വന്നു. ഭയങ്കരമായിട്ട് ക്ഷമ വന്നു. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡൊക്കെ ഇടയ്ക്ക് വാരി കൊടുക്കണം, ഇവർ കഴിച്ചില്ലെങ്കിൽ. എൻ്റെ പൊന്ന്, നമുക്ക് ചില സമയം നമുക്ക് ദേഷ്യം വരും. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ചിരിച്ചോണ്ടിരിക്കാൻ പാടുള്ളൂ. ചിരിച്ചോണ്ട് വീണ്ടും വാരി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു നഴ്സിന് അടി കിട്ടിയത് കണ്ടുവെന്ന്. അടി കിട്ടിയപ്പോൾ പോലും അവർ ചിരിച്ചോണ്ട് അടി വാങ്ങിയിട്ട് അവിടെ നിന്നു. അപ്പം അങ്ങനെ വേണം നമ്മൾ നിൽക്കാൻ. അപ്പം ക്ഷമ നല്ലപോലെ കിട്ടി. അതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ ഫിസിക്കലി പറയുകയാണെങ്കിൽ ഫുഡ് കഴിപ്പൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് മെല്ലിച്ചൊക്കെ പോയി. നാട്ടിലാണെങ്കിൽ ഫുൾ തീറ്റയായിരുന്നു, 24 മണിക്കൂറും തീറ്റയായിരുന്നു. എന്തൊക്കെ ഫുഡായിരുന്നു, കുഴിമന്തി, പൊറോട്ട, ബീഫ്. ഇപ്പോൾ ഓർക്കുമ്പോൾ കൊതി വരുന്നു. ഇവിടെ വന്നപ്പോൾ ഫുഡ് അടിയൊക്കെ കുറഞ്ഞ് നല്ലപോലെ മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെയാണ് നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വന്ന മാറ്റങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സുഖമാണോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, ഇവിടെ നല്ല വിശേഷം, എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു. പിന്നെ ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം വിൻ്ററാണ്. സമ്മറിനേക്കാൾ കൂടുതൽ വിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പാണ് ഭയങ്കര, പുറത്തിറങ്ങാനൊക്കെ മടിയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല, അത് വായിക്കണോ? അത് ഞാൻ പിന്നെ നോക്കിയിട്ട് വായിക്കാവേ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നീ ഡ്രീം ചെയ്തിരുന്ന ജർമ്മനി ആൻഡ് നേരിൽ കണ്ട ജർമ്മനി, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണോ ഓർ ഒരേപോലെയാണോ? ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തൊക്കെയാ നീ പ്രതീക്ഷിക്കാതെ കണ്ട കാര്യങ്ങൾ? ഇതാണ് എനിക്ക് വന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ്, ഇത് 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡ്രീം ചെയ്തിരുന്ന ജർമ്മനിയാണ്, ഞാൻ ഇവിടെ വന്ന ജർമ്മനി, രണ്ടും ഒരേപോലെയാണോ? സത്യം പറഞ്ഞാൽ ഒട്ടും ഒരേപോലെ അല്ല ഗായ്സ്. എൻ്റെ പ്രതീക്ഷയിൽ, എൻ്റെ നല്ല നാട്ടിൽ നിൽക്കുന്ന ആരുടെ പ്രതീക്ഷയിലും ഒരു എബ്രോഡ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, കുറേ ബിൽഡിങ്സ്, ആ ഒരു വൈബിൽ, ആ ഒരു സെറ്റപ്പിലായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൂടുതലും എനിക്ക് തോന്നി, ഇനിയിപ്പോൾ ഞാൻ വന്ന പ്ലേസ് അല്ല എങ്കിൽ പോലും ഇവിടെ കൂടുതലും ഫ്രീ ആയിട്ട് കുറേ ലാൻഡ്സ് കിടപ്പുണ്ട്. അതാണ് ഇവിടെ വന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സിറ്റി, ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അല്ല, ഇവിടെയും അങ്ങനെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരോ സിറ്റീസിലേക്ക് പോയാലാണ്. അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഇതേപോലെയുള്ള വില്ലേജസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. സിറ്റിയിലോട്ട് പോയാൽ ഇന്ന് നല്ല വൈബാണ്. ആ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. അതെനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് പ്രതീക്ഷിച്ച ഇവിടെ വന്നേ, ജർമ്മനി തന്നെയാണോ? ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നത് ഏത് പട്ടിക്കാട്ടിലാടിയെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ്റെ തന്നെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, ഡിഫറെൻ്റ് ആണ് എന്തൊക്കെയാണ് നീ പ്രതീക്ഷിക്കാതെ കണ്ട കാര്യങ്ങൾ? ഒന്ന്, ഞാൻ പറഞ്ഞാൽ ഈ ബിൽഡിങ്സിൻ്റെ കാര്യം. 2, ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ
ജർമ്മനിക്ക് വരുന്നതിന് മുന്നേ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 2 വർഷം അടുപ്പിച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ കുറേ ബുക്സ് ജർമ്മൻ്റെ ബുക്കൊക്കെ വായിക്കുമ്പോൾ അതിലിങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ ജർമ്മൻസിൻ്റെ മിക്ക കാര്യങ്ങളും ആ ബുക്കിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതിലൊന്നും കാണാണ്ട് ഇവിടെ ഞാൻ വന്ന് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടൊരു കാര്യം സ്മോക്കിംഗ് ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുക വണ്ടടിച്ചു പോയി. ഇവിടെയൊക്കെ എന്ത് കൂളായിട്ട് ഇവർ സ്മോക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ആണുങ്ങളായിരിക്കുമല്ലോ സ്മോക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഇപ്പം എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗേൾസൊക്കെ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ അവിടെ കൂടുതൽ ആണുങ്ങൾ സ്മോക്ക് ചെയ്താണ് കണ്ടിട്ടുള്ളത്. ആണുങ്ങളാണ് സ്മോക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, മോള്, ഇവർ അല്ലെങ്കിൽ മോന്, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കും സ്മോക്ക് ചെയ്യുന്നത്. അത്രയ്ക്ക് കോമൺ ആണ് ഇവിടെ. എന്താ പറയുക, ഇവിടെ ഇപ്പം ഞാൻ നോക്കുന്നൊരു അപ്പാപ്പനുണ്ട്. ആ അപ്പാപ്പനാണ് ഒരു ദിവസം 25 സിഗരറ്റ് മസ്റ്റാണ്. അതുപോലെ ഇവർ എന്താ പറയുക ഫുഡ് കഴിക്കുന്ന പോലെയാണ് സ്മോക്ക് ചെയ്യുന്നത്, സിഗരറ്റ് വലിക്കുന്നത്. അത് ഭയങ്കര കോമൺ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ വന്നപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെയുള്ള സ്റ്റാഫ് നഴ്സുമാരെയൊക്കെ കണ്ടപ്പം ഇവർ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് ഇവർ ആദ്യം ചോദിച്ച് സ്മോക്ക് ചെയ്യുമെന്ന്. കാരണം എൻ്റെ പേര് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇവരെൻ്റെ അടുത്ത് വെച്ച് ഞാൻ സ്മോക്ക് ചെയ്യുമെന്ന്. അപ്പം അതാണ് ഇവിടെ വന്ന് എനിക്ക് പ്രതീക്ഷിക്കാതെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാതെ കണ്ട കാര്യം, ഇവർ കണ്ടതല്ല, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം. ഇവർ ഒട്ടും, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ ഇവർ ഒട്ടും അങ്ങനെയല്ല. ഇവർക്ക് അങ്ങനെ ഒരു വലിയ എന്താ പറയുക ഇമോഷൻസ് ആ ഒരു ഇതില്ല. ആരുമായിട്ട് ഇവരങ്ങനെ അറ്റാച്ച്ഡ് അല്ല. ഇപ്പം ഇങ്ങനെ കുറേ ട്രോൾ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരുടെ ജർമ്മൻസിനോട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, ഇവർ ഞാൻ പറഞ്ഞ ഒരു 25 സിഗരറ്റെങ്കിലും വലിക്കുമെന്ന് പറയുന്ന അപ്പാപ്പൻ. ആ അപ്പാപ്പന് 4 ഭാര്യമാരുള്ള അറിയാവോ. അങ്ങനെയാണ് ഇവരുടെ എന്താ പറയുക ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്കതൊന്നും ഒട്ടും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ അപ്പനോട് ഇങ്ങനെ ചോദിച്ചു വൈഫിൻ്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അപ്പം എടുത്ത വഴിക്ക് എന്നോട് ഏത് വൈഫിൻ്റെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഏത് വൈഫ്? ഇനി ഓർത്ത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കേട്ടത് തെറ്റിപ്പോയതാണോ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞാണ് പുള്ളി പറഞ്ഞത് 4 വൈഫുണ്ട്, അതിൽ ഏത് വൈഫിൻ്റെ പേരാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഇങ്ങനെ കിളി പോയി നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇവരങ്ങനെ ഒട്ടും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ ഇവർ പ്രായമായാൽ പേരൻസിനെ, നമ്മുടെ അവിടെ ഇപ്പോൾ പേരൻസിനെ വൃദ്ധസദനത്തെയൊക്കെ കൊണ്ടുപോയിടുക അവർ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം ഏജായി അവർക്ക് അവരുടെ കാര്യം ചെയ്യാൻ പറ്റാണ്ടായി ഇവിടുത്തെ മക്കൾ നേരെ കൊണ്ടേ വൃദ്ധസദനത്തിൽ വിടും. ആക്ച്വലി വൃദ്ധസദനമല്ല, എനിക്ക് തോന്നുന്നു ഇവർക്കും ഇവിടെ വന്ന് നിൽക്കുന്ന ഇഷ്ടം എന്ന് തോന്നുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഇത് വൃദ്ധസദനം അല്ല കേട്ടോ, ഓൾഡ് ഏജ് ഹോം രണ്ടും ഒന്നാണോ? അല്ല, വേറെയാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി മക്കൾ ഇവരെ ഇവിടെ കൊണ്ടുപോയി വിടുന്നു. ആ ഒരു ഇതുള്ളൂ. ഇവർക്കും ഇവിടെ തന്നെ നിൽക്കാനാണെന്ന് തോന്നുന്നു ഇഷ്ടം. ഇപ്പം ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അപ്പൂപ്പൻ മരിച്ചുപോയി. ആ മരിച്ച അപ്പൂപ്പനാണെങ്കിൽ അതിൻ്റെ മക്കൾ പറഞ്ഞു 10 മണിക്ക് മുന്നേ മരിക്കുകയാണെങ്കിൽ ഇവരെ അറിയിക്കണം, രാത്രി 10 മണിക്ക് ശേഷം മരിക്കണമെങ്കിൽ അറിയിക്കേണ്ട, ഇവർ രാവിലെ വന്നോളാം. അതായത് ആ സ്പോട്ടിൽ വിളിച്ച് പറയണ്ട, ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതാക്കിയാൽ മതി, ഇവർ രാവിലെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പോയി. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെയൊക്കെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവരെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് രണ്ടാമത് പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് യുവർ ലൈഫ് ഇൻ ജർമ്മനി ആൻഡ് വർക്ക്, ആർ യു റിയലി ഹാപ്പി ഹിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് യുവർ ലൈഫ് ഇൻ ജർമ്മനി ആൻഡ് വർക്ക്. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എല്ലാം നന്നായിട്ട് പോകുന്നു. ജർമ്മനിയിൽ ലൈഫ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നു, വർക്കും നന്നായിട്ട് പോകുന്നു, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ എനിക്കിവിടെ ഇച്ചിരി ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീക്കണം. എനിക്കത് ഭയങ്കര മടിയായിട്ടുള്ള കാര്യം. രാത്രി ഞാൻ എത്ര നേരം വരെ വേണമെങ്കിലും ഇരിക്കും, പക്ഷെ രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു കാര്യം ഒഴിച്ചാൽ എനിക്കിവിടെ ഇഷ്ടമാണ്. പിന്നെ ആർ യു റിയലി ഹാപ്പി ഹിയർ എന്ന് ചോദിച്ചു. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് എബ്രോഡിൽ വന്ന് നിൽക്കുന്ന എല്ലാവരോടും തന്നെ ചോദിച്ചാൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവർ ഹാപ്പിയാണ്. എന്നാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവിടെയാണ് ഹാപ്പി, എനിക്ക് ഇവിടെ നിന്നാലാണ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ എല്ലാവരും അവിടെയാണ്, നമ്മുടെ നാട്ടിലാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി അല്ല. ഞാൻ അവരെയൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിലാണെങ്കിലും എല്ലാവരെയും നല്ലപോലെ മിസ് ചെയ്യുന്നു. ഓരോരോ മൊമെന്റ്സ് ഒക്കെ വരും. അപ്പോൾ ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഇപ്പം ആരുടെയെങ്കിലൊക്കെ കല്യാണത്തിന്, കസിൻസിൻ്റെ ഒക്കെ കല്യാണത്തിന് പോയി ആ പരിപാടി ഈ പരിപാടിക്ക് പോയെന്ന് പറയുമ്പോൾ നല്ലപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ ഹാപ്പിയാണ്, പക്ഷെ എന്നാൽ ഏതോ ഒരു പാർട്ട് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പം ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത എനിക്ക് വന്ന ക്വസ്റ്റ്യൻ, നിന്റെ നാട്ടിലെ ലൈഫും ജർമ്മനിയിലെ ലൈഫും തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. നാട്ടിലാണെങ്കിൽ അത്യാവശ്യം ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പാങ്കാലത്ത് എണീക്കണം. ഇവിടെ വർക്കാണെങ്കിൽ എനിക്ക് 6:30 പഞ്ച് ചെയ്യണം. അപ്പോൾ 6:30 പഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ നേരെ താഴെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 6 മണിക്ക് എഴുന്നേൽക്കും. 6-നല്ലേ, സോറി 5:45 എണീക്കും ഞാൻ. എന്നിട്ട് 6:30 പഞ്ച് ചെയ്യാൻ പോവും. അപ്പം വർക്കുള്ള ദിവസം 5:45 എണീക്കും. ഇനി ക്ലാസ് ഉള്ളപ്പോൾ ആണെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം. 6 മണിക്കാണ് ഞങ്ങളുടെ ബസ് ഇവിടെ വരിക. പിന്നെ 5 മണിക്ക് അപ്പോൾ എണീറ്റ് റെഡി ആയാലാണ് 6 മണിക്ക് ബസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ബസ്സുള്ളൂ. അതിപ്പോൾ പിന്നെ ക്ലാസ്സിൽ ചെല്ലാൻ ഭയങ്കര ലാഗാവും. അപ്പം രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ലൈഫിൽ വന്ന ഡിഫറൻസ് എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ്, അവൾ എബ്രോഡിലാ, സെറ്റ് ലൈഫാ, പൊളിക്കുക അവിടെ, ഈ ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. പക്ഷെ പൊളിക്കുക എന്ന് വെച്ചാലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നിലും കംപ്ലീറ്റ്ലി അങ്ങ് ഹാപ്പി അല്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് നാട്ടിലെ ലൈഫാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും, മെയിൻ കാര്യം അതാണ് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടെങ്കിൽ, അതായത് കുറേ ഗ്രൂപ്പ് ഓഫ്, ഞാൻ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളാണ്. എനിക്ക് അവിടെ ഒത്തിരി ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് വിരലിലെണ്ണാവുന്ന അത്ര ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഇതും എല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ നാട്ടിലുള്ളവർ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ ഉള്ളവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവർ അത്യാവശ്യം അടിച്ച് പൊളിക്കുന്നുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കങ്ങ് കംപ്ലീറ്റ്ലി ഒന്നിലും അങ്ങ് സെറ്റ് ആവാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ മാറ്റി വെച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ആക്കാൻ വേണ്ടി ചോദിച്ചത് കല്യാണം എപ്പോഴാണ്. എന്താടാ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാണോ ഇതൊക്കെ ചോദിക്കുന്നത്? കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, പ്രായമാവട്ടെ ഇങ്ങോട്ട്. അപ്പം അവനും ഒരു ആൻസർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം ആൻസർ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ പയ്യെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് 1-2 എണ്ണമൊക്കെ ചെയ്യാം. എല്ലാം കൂടെ ചെയ്താൽ ഭയങ്കര ലാഗായി പോകും, ഭയങ്കര ബോറായിരിക്കും കേട്ടിരിക്കുക. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലുമൊക്കെ ഇത് ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞതും അല്ലെങ്കിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മെയിനായിട്ട് പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൾമോസ്റ്റ് വീഡിയോ കാണുന്ന മിക്കവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.